കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. CBI ആസ്ഥാനത്ത് മൊഴിയെടുപ്പ് 4.5 മണിക്കൂർ നീണ്ടു. 3-അംഗ സംഘമാണ് മൊഴിയെടുത്തത്. സജു തോമസ് ചേരുന്നു. സജു, മൊഴിയെടുപ്പ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. 4.5 മണിക്കൂർ നീണ്ടതായിരുന്നു. ഇന്നത്തോടുകൂടി അവസാനിച്ചു എന്നാണോ അറിയുന്നത്? വിജയ് പുറത്തേക്ക് എത്തിയോ? മൊഴി വായിച്ചു കേട്ടോ? എന്താണ് അടുത്ത നടപടി? ധന്യ, 4 മണിക്കൂറോളം നീണ്ട ചോദ്യത്തിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും അദ്ദേഹം CBI ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഏകദേശം 7 മണിക്കൂർ പിന്നിടുന്നു അദ്ദേഹം CBI ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് വിജയ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നതിന് വേണ്ടി CBI ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇപ്പോൾ മണി 6 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അദ്ദേഹത്തെ CBI ആസ്ഥാനത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല. 4 മണിയോട് കൂടി അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയതിനു ശേഷം അദ്ദേഹം രേഖപ്പെടുത്തിയ മൊഴി അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒപ്പിട്ട് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് വരുന്നു. വിജയുടെ വാഹനം പുറത്തേക്ക് വരുന്നു. ഓപ്പണേ വിജയുടെ വാഹനം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അല്പസമയം മുൻപായിരുന്നു വിജയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് വരുന്നു. അതായത് CBI ആസ്ഥാനത്തു നിന്നും നടൻ വിജയ് പുറത്തു വരുന്നു. ഇവിടെ വലിയ പോലീസ് സന്നാഹത്തേക്കാണ് ഒരുക്കിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ വാദഗതികളൊക്കെയും അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് മൊഴിപ്പറക്കിൽ അദ്ദേഹം ഒപ്പിട്ട് നൽകിയത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് CBI ആസ്ഥാനത്തിന്റെ എക്സിറ്റ് ഗേറ്റിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതുവഴിയാണ് അദ്ദേഹത്തിന്റെ വാഹനം, അദ്ദേഹത്തിന്റെ റേഞ്ച് റോവർ വാഹനം പുറത്തേക്ക് വരിക. ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് വിജയെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്നായിരുന്നു വിജയ് ആവശ്യപ്പെട്ടത്. അതിൽ കൃത്യമായിട്ട് CBIയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം മൊഴി നൽകാൻ ഈ വാഹനത്തിലാണ്. വിജയുള്ള വാഹനം ഇപ്പോൾ CBI ആസ്ഥാനത്തു നിന്നും പുറത്തേക്ക് വരികയാണ്. ആ വാഹനത്തിന്റെ മുൻ സീറ്റിലിരിക്കുന്നത് വിജയ്. വിജയുടെ വാഹനം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. 7 മണിക്കൂറോളം നീണ്ട CBI ആസ്ഥാനത്ത് 7 മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിന്റെ ചോദ്യത്തിനൊടുവിൽ അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കോളിളക്കം ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവമാണ് വിജയെ ചോദ്യം ചെയ്ത സംഭവം. അദ്ദേഹത്തെ CBI ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി. 4.5 മണിക്കൂർ മൊഴിയെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ വിജയ് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്.